ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഇന്ന് നമുക്ക് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ ഒരു ലെറ്റർ ടൈപ്പ് ലോഗോ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലാസ്റ്റ് ലെസണുകളിൽ നമ്മൾ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്തിരുന്നു. ഓക്കെ, സോ ഈ സെഷനിൽ നമുക്ക് ഒരു ലെറ്റർ ടൈപ്പ് ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു പുതിയൊരു ഫയൽ എടുക്കാം. ഓക്കെ, ഫയൽ, ന്യൂ ഫയൽ. ഞാനിവിടെ പ്രിൻറ്റ് സെലക്ട് ചെയ്തു, A4 സൈസ് സെലക്ട് ചെയ്തു, മില്ലിമീറ്റേഴ്സ് ഞാൻ സെൻറ്റിമീറ്റേഴ്സ് ആക്കി. നമുക്ക് കളർ മോഡ്, നമുക്ക് RGB മോഡ്, കളർ മോഡ് മതി. ഓക്കെ, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രസ് Ctrl+0, നമ്മുടെ ആർട്ട് ബോർഡ് നമുക്ക് സെൻറ്റർ ആക്കി വയ്ക്കാം. ഓക്കെ, സോ നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒരു ലെറ്റർ ടൈപ്പ് ലോഗോ ഡിസൈൻ്റെ ഒരു റെഫറൻസ് ഇമേജ് ഞാൻ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഫയൽ, പ്ലേസ് ലെറ്റർ ലോഗോ ഞാൻ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് Ctrl+2 പ്രസ് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ഈ ഒരു ലോഗോയാണ് നമ്മൾ ഇന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടുന്ന് ഒരു ടൈപ്പ് ടൂൾ എടുത്തു, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തു. നമുക്കിവിടെ R എന്ന ലെറ്റർ ടൈപ്പാണ് നമ്മുടെ ലെറ്റർ ടൈപ്പ് ലോഗോയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ R ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഇതിലേക്ക് എന്ത് വേണം, ഞാൻ ഇവിടെ ഇതിൻ്റെ പോയിൻ്റ് ഞാനൊരു 500 പോയിൻ്റ് ആക്കി. ഓക്കെ, സോ ഇനി ഇവിടെ ഞാൻ ഇതിന് സെൻറ്ററിൽ അലൈൻ ചെയ്ത് വയ്ക്കാം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഓട്ടോമേഷൻ ചേഞ്ച് ചെയ്യാം, എസെൻഷ്യൽസ് ആക്കാം. ടൈപ്പ് സെലക്ട് ചെയ്യാം, നമുക്ക് ഇതിനെ സെൻറ്ററിൽ അലൈൻ ചെയ്ത്. ഓക്കെ, ഇനി Ctrl+T പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ പാനലിലൂടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഫോണ്ട് ഫാമിലി നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഞാനിതിനെ ബാൻഡ് ഷ്രിഫ്റ്റ് എന്ന ഒരു ബോൾഡ് ഫോണ്ടിലേക്ക് ഞാനിതിനെ ചേഞ്ച് ചെയ്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, നമുക്കിതിനെ ടൈപ്പിനെ നമുക്ക് എഡിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ടൈപ്പിനെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ടൈപ്പ് നമുക്ക് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ഔട്ട്ലൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ടൈപ്പിൽ പോവാം, നമുക്ക് ക്രിയേറ്റ് ഔട്ട്ലൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം, ടൈപ്പ്, ക്രിയേറ്റ് ഔട്ട്ലൈൻസ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടൈപ്പിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് സെലക്ഷൻ റൂൾ എടുത്തു. ഞാൻ ഈ ഓബ്ജക്റ്റിൻ്റെ ഈ ബോട്ടം പോയിന്റ് സെലക്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് കുറച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്യുക വിൻഡോ. ഈ ഒരു ഓബ്ജക്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. Ctrl-, ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് സെൻറ്ററിൽ അലൈൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ അലൈൻ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യാം. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കുക, ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും. ഈ ഓബ്ജക്റ്റും ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് Ctrl+2 പ്രസ് ചെയ്ത് ഞാനത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓബ്ജക്റ്റിലേക്ക് നമുക്കിവിടെ നൈസായിട്ട് ഒരു ബ്ലൂ കളർ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ നിന്ന് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു. ഇവിടെ എനിക്കൊരു ബ്ലാക്ക് കളർ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തു. സോറി, ഈ ഓബ്ജക്റ്റ് നമുക്ക് ബ്ലൂ കളർ തന്നെ. ഓക്കെ, ഞാൻ ഈ ഫിൽ കളർ ഒരു ബ്ലാക്ക് കളറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാനൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു. നമുക്കിവിടെ കറക്റ്റായിട്ട് ഇത്. ഓക്കെ, രണ്ട് ഓബ്ജക്റ്റും സെലക്ട് ചെയ്യുക. നമുക്ക് വിൻഡോ പാത്ത് ഫൈൻഡറിൽ പോവാം. നമുക്ക് പാത്ത് ഫൈൻഡർ ടൂൾ എടുത്തിട്ട് നമുക്കിതിനെ സബ്സ്ട്രാക്ട് ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ടില്ലേ? Ctrl-. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്തായാലും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്ലാൻഡ്, ഒരു ചെരിവുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഡയറക്റ്റ് സെലക്ഷൻ റൂൾ എടുത്ത് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഈ പോയിന്റ് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് Shift+ റൈറ്റ് ആരോ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് വേണം, ഇവിടെ ഒരു കർവ്ഡ് ഉണ്ട്. ഓക്കെ, ഒരു കർവ്ഡ് ഷേപ്പാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കാം. നമ്മുടെ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഈ ഒരു പോയിന്റ് നമുക്ക് ജസ്റ്റ് Shift റൈറ്റ് ആരോ യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വയ്ക്കുക.
ഓക്കെ, എന്നിട്ട് വീണ്ടും ഇവിടെ നമ്മുടെ ഈ കോർണർ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് നമുക്കിതിനെ കർവ്ഡ് ഷേപ്പ് ആക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇത് ഡിഫറെൻറ്റ് പാർട്സുകളാണ്. ഓക്കെ, ഡിഫറെൻറ്റ് പാർട്സുകളായാലും മാത്രമേ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിങ് മീൻസ് നമുക്ക് ഗ്രേഡിയൻറ്റ് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് സെയിം കളർ മോഡ് നമുക്കൊന്ന് ഇതിൻ്റെ കളർ പാറ്റേൺ നമുക്ക് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു കളർ പാറ്റേൺ എടുത്ത് വെച്ചു. ഈ ഒരു കളർ പാറ്റേൺ സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഡാർക്ക് കളർ പാറ്റേൺ നമുക്ക് വേണം. ഓൾട്ട് പ്രസ് ചെയ്ത് ഞാനിത് കോപ്പി ചെയ്തു. ഇതിൻ്റെ ഡാർക്ക് കളർ ടോൺ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, വീണ്ടും ഞാൻ ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എനിക്കിവിടെ ഓറഞ്ച് ഷേപ്പിലുള്ള ഓറഞ്ചിൻ്റെ ഒരു കളർ ടോൺ വേണം. വീണ്ടും സെലക്ട് ചെയ്തു, ഓൾട്ട് പ്രസ് ചെയ്ത് ഇത് കോപ്പി ചെയ്തു. ഇതിൻ്റെ ഓറഞ്ചിൻ്റെ ഡാർക്ക് കളർ ടോൺ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള ഗ്രേഡിയൻറ്റിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമ്മൾ ഇവിടെ അതിൻ്റെ കളർ ടോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് ഇതിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യണം. ഇതിനെ നമുക്ക് ഡിഫറെൻറ്റ് പാർട്സുകളായിട്ട് നമുക്ക് തിരിക്കണം. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ പെൻ ടൂൾ എടുക്കുകയാണ്. ഞാനിത് നമുക്കിവിടെ സ്ട്രോക്ക് വേണ്ട, നമുക്ക് ഫിൽ കളർ വേണ്ട, നമുക്ക് സ്ട്രോക്ക് മാത്രം മതി. ഞാനതൊരു ബ്ലാക്ക് ആക്കി കൊടുത്തു. സ്ട്രോക്ക് ഫിൽ കളർ നൺ ആക്കി. ഓക്കെ, ഇനി ഞാൻ പെൻ ടൂൾ എടുത്തു. ജസ്റ്റ് മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് യൂസ് ചെയ്യാൻ എനിക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ ഷിഫ്റ്റ് യൂസ് ചെയ്ത് സ്ട്രൈറ്റ് ലൈൻ കിട്ടി. ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. ഇവിടെ ജസ്റ്റ് ഇവിടെ ഇനി എനിക്കിത് കർവ്ഡ് ഷേപ്പ് ആക്കണം. നമ്മുടെ റെഫറൻസ് ഇമേജിലെ പോലെ തന്നെ ഇത് കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ആക്കണം. ഓക്കെ, കൺട്രോൾ സെറ്റ്. ഞാൻ ഇവിടെയാണ് പ്ലേസ്. ഇത്ര മതി നമുക്ക് കർവ്ഡ് ഷേപ്പ്. ഓക്കെ, ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇത് നമുക്കിതിങ്ങനെ നമുക്കിതിവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ആ പോർഷൻ നമ്മൾ കഴിഞ്ഞ് നമുക്കത് നെക്സ്റ്റ് പോർഷൻ നമുക്ക് എവിടെ വരുന്നത്, നെക്സ്റ്റ് പോർഷൻ വരുന്നത് ഈ ഒരു പോർഷനാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്യാം വിൻഡോ. വീണ്ടും ഞാനിവിടെ പെൻ ടൂൾ എടുത്തു. ഞാനിവിടെ സെലക്ട് ചെയ്തു, ഇവിടെയും സെലക്ട് ചെയ്തു. റെഫറൻസ് ഇമേജ് പോലെ തന്നെ ഞാൻ കർവ്ഡ് ആക്കി ഷേപ്പ്. ഓക്കെ, ഈ പോയിന്റ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ക്ലോസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ പറഞ്ഞ് ഇവിടെയാണ് സെപ്പറേറ്റ് ഒരു സെപ്പറേറ്റ് പാർട്സ് ഉള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ നമ്മുടെ പെൻ ടൂൾ എടുത്തു, സെലക്ട് ചെയ്തു. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കർവ് ഷേപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ. ഓക്കെ, കൺട്രോൾ മൈനസ്. ഇനി നമുക്ക് ഇതിലേക്കൊക്കെ ഒരു ഫിൽ കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലും ഫിൽ കളർ നമുക്ക് സെയിം ഫിൽ കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊരു ടെക്നിക്കാണ്. മീൻസ് നമുക്ക് ലോഗോ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിലൊരു ടെക്നിക്കാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെറ്റർ ടൈപ്പ് ലോഗോ ഡിസൈൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് രണ്ട് ഓബ്ജക്റ്റും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ പാത്ത് ഫൈൻഡറിൽ പോയിട്ട് നമുക്കിവിടെ ഡിവൈഡ് എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടേ, ഇതാണ് ഡിവൈഡ് ഓപ്ഷൻ. ഈ ഡിവൈഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും ഈ രണ്ട് ഓബ്ജക്റ്റും സെലക്ട് ചെയ്യുക, ഡിവൈഡ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും രണ്ട് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഡിവൈഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ക്ലിയർ അല്ല? അപ്പോൾ നമുക്ക് 1, 2, 3, 4 സെപ്പറേറ്റ് പാർട്സുകളായിട്ട് കിട്ടി. അപ്പോൾ ഇനി 4 സെപ്പറേറ്റ് പാർട്സുകളിലാണ് നമ്മൾ ഈ ഗ്രേഡിയൻ്റ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്സ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. ഫസ്റ്റ് പാർട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ എന്ത് വേണം, ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ കളർ കോഡിൻ്റെ വാല്യൂ ഒന്ന് സെലക്ട് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ കളർ കോഡിൻ്റെ വാല്യൂ CTRL+C പ്രസ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് സെലക്ട് ചെയ്തു. വിൻഡോ ഷോ ഗ്രേഡിയൻറ്റ്, നമുക്ക് ഇതിലേക്ക് ഗ്രേഡിയൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് ഗ്രേഡിയൻസിനെ സ്ലൈഡർ സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഇവിടെയും കൂടി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കളർ പാലറ്റിൽ പോയിട്ട് നമുക്കിവിടെ CTRL+V നമ്മുടെ കളർ കോഡ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി വീണ്ടും നമുക്ക് നെക്സ്റ്റ് ആ ഡാർക്ക് കളർ ടോൺ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ആ കളർ വാല്യൂ ഡബിൾ ക്ലിക്ക് ചെയ്യുക, CTRL+C പ്രസ് ചെയ്യുക, കളർ കോഡ് കോപ്പി ചെയ്യുക, ക്ലിക്ക് ഓക്കെ കൊടുക്കുക.
ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. നമ്മൾ ഫസ്റ്റ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ സ്ലൈഡർ പാനൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ കളർ പാലറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. Ctrl+V പ്രസ് ചെയ്യുക. അത് ഓക്കെ കൊടുക്കും. നമ്മുടെ കളർ വാല്യൂ അവിടെ ആയിട്ടുണ്ടാവും. ഓക്കെ. സോ നമുക്കിനി എന്ത് വേണം? വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു കളർ വാല്യൂം കൂടി നമുക്കിവിടെ കൊടുക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്തു. വീണ്ടും ഒരെണ്ണം ക്ലിക്ക് ചെയ്തു. ലൈറ്റ് ഒരു കളർ ഷെയ്ഡും കൂടി ഞാൻ എടുക്കുകയാണ് ഇവിടുന്ന്. Ctrl+C പ്രസ് ചെയ്തു. നമുക്ക് ഓബ്ജക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. പുതിയൊരു ഗ്രേഡിയൻറ്റ് സ്ലൈഡർ എടുത്തു. ഡബിൾ ക്ലിക്ക് ചെയ്തു. Ctrl+V പ്രസ് ചെയ്തു. ലൈറ്റിഷ് ഒരു കളർ വാല്യൂ ഞാൻ അവിടേക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് ഫസ്റ്റ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അതിൻ്റെ ആംഗിൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് 90 മതി. അതിൻ്റെ ഡിഗ്രി 90 ഡിഗ്രി സെലക്ട് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കളറിൻ്റെ സ്ലൈഡേഴ്സ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ. നെക്സ്റ്റ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഡയറക്റ്റ് സെലക്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ഐ ഡ്രോപ്പർ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഗ്രേഡിയൻറ്റ് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക ഇവിടെ. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണം? ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് സെലക്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് കൊടുക്കുക. ഇവിടെ നമുക്ക് റിവേഴ്സ് കൊടുക്കുക. റിവേഴ്സ് ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് ഇവിടെ ഈ ഡാർക്ക് മോഡ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇവിടെ നമുക്ക് 90 ഡിഗ്രി അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ കൊടുത്ത് നെക്സ്റ്റ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് സെയിം കളർ ഗ്രേഡിയൻ്റെ കളർ ടോൺ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് അതിൻ്റെ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. 90 ഡിഗ്രി ചേഞ്ച് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് സെയിം കളർ പാറ്റേൺ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ റിവേഴ്സ് ആയിട്ട് കൊടുക്കുക. റിവേഴ്സ് ഗ്രേഡിയൻറ്റ് കൊടുക്കുക. ഇതിൻ്റെ ആംഗിൾ നമുക്ക് 90 ഡിഗ്രി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് റിവേഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ക്ലിയർ ആയില്ലേ? എങ്ങനെ ഒരു ബേസിക് ഐഡിയ കിട്ടില്ല എങ്ങനെയാണ് നമ്മളൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരു ലെറ്റർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ അതിനെ ഒരു ലോഗോ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന്. ഓക്കെ, സോ Ctrl- പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രേഡിയൻസിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യാം. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കാം. കണ്ടില്ല, ഇവിടെ നമുക്ക് ഗ്രേഡിയൻറ്റ് ബക്കറ്റ് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അതായത് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമുക്ക് അതിനെ കറക്റ്റായിട്ട് നമുക്ക് അതിനെ നമ്മുടെ ഐഡിയയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് അതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീണ്ടും നമ്മൾ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുക. നമുക്ക് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കാം. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഗ്രേഡിയൻറ്റ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കാം. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. നമുക്കൊരു 135 ഒക്കെ ഇതിൻ്റെ ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, റിവേഴ്സ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 135 145 ഡിഗ്രി ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് റിവേഴ്സ് ഇട്ട് കൊടുക്കാം. ഗ്രേഡിയൻറ്റ് നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് നമ്മുടെ ലാസ്റ്റ് പോർഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കിവിടെ 90 ഡിഗ്രിയാണ് കൊടുത്തത്. നമ്മുടെ ഒന്നും കൂടി നമുക്ക് അതിനെ കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഒരു ഡാർക്ക് ടോണിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, Ctrl-. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വയ്ക്കാം.
കൺട്രോൾ ഓൾട്ട് ടു പ്രസ് ചെയ്യുക. ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ലെറ്റർ ടൈപ്പിലുള്ള ഫസ്റ്റ് ലോഗോക്ക് നമ്മൾ ഒരു ബ്ലൂ കളർ കൊടുത്ത് അതിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് വീണ്ടും നമുക്ക് ഈ റെഫറൻസ് ഇമേജിലെ പോലെ നമുക്ക് ടോപ്പ് സൈഡിൽ നമുക്ക് ഈ നെക്സ്റ്റ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻ്റ് കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വേണം, നമുക്ക് നമ്മുടെ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യാം. ആർട്ട് ബോർഡ് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ആർട്ട് ബോർഡ് ഒന്ന് നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ആർട്ട് ബോർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കളർ ടോൺ നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ പ്ലേസ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഇമേജ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് ഈ ഓബ്ജക്റ്റിൻ്റെ കളർ വാല്യൂ സെലക്ട് ചെയ്യണം. എനിക്ക് ഞാൻ കളർ വാല്യൂ ഡബിൾ ക്ലിക്ക് ചെയ്തു. കളർ വാല്യൂ ഞാൻ കോപ്പി ചെയ്തു. കൺട്രോൾ സി പ്രസ് ചെയ്ത് ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ ഈ ഓബ്ജക്റ്റ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഈ ഗ്രേഡിയൻസ് ബക്കറ്റ് റിമൂവ് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്തു. കളർ പാലറ്റ് കൺട്രോൾ വി പ്രസ് ചെയ്തു. ഓക്കെ കൊടുത്തു. ഓക്കെ, അഗെയിൻ ഞാൻ വീണ്ടും ഈ ഡാർക്ക് ഓറഞ്ച് സെലക്ട് ചെയ്തു. കൺട്രോൾ സി പ്രസ് ചെയ്തു. ഓക്കെ, വീണ്ടും ഞാൻ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. കൺട്രോൾ വി പേസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ആംഗിൾ ഞാനൊരു 90 ഡിഗ്രി അപ്ലൈ ചെയ്തു. റിവേഴ്സ് ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് മൂവ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ഷെയ്ഡ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആയിട്ടുണ്ട്. സെലക്ട് ചെയ്യാം. ഫുൾ മൈനസ്. ഇപ്പോൾ നമ്മുടെ സെയിം ഇഫക്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ക്ലോസ് ചെയ്യാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ റെഫറൻസ് ഇമേജിൻ്റെ സെയിം ഇഫക്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂസ് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് എല്ലാ പാനൽസും നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, സോ നമ്മൾ ഓക്കെ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ റെഫറൻസ് ഇമേജിലെ ആ ലെറ്റർ ടൈപ്പ് ലോഗോൻ്റെ സെയിം ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൺട്രോൾ മൈനസ് ഈ ഒബ്ജക്റ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെ ഒരു ലെറ്റർ ടൈപ്പ് ലോഗോ അഡോബി ഇല്ലുസ്ട്രേറ്ററിൽ ഡിസൈൻ ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇത് നമ്മുടെ ലോഗോ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് മാത്രമാണിത്. ഓക്കെ, നമുക്ക് ലോഗോ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിലൊന്ന് നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണിച്ച പോലെ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ പാത്ത് ഫൈൻഡർ ടൂൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള രീതികളുണ്ട് നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോഗോയെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും ഏത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ആ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും കമൻറ്റും ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ തൊട്ട് കാണുന്ന നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, ബൈ.